എബ്രോഡിൽ ജോലി നോക്കുന്ന ആളുകളുടെ സംശയമാണ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ അറ്റസ്റ്റ് ചെയ്യേണ്ടത്, ഓരോ സർട്ടിഫിക്കറ്റിലും ഏതൊക്കെ അറ്റസ്റ്റേഷൻ നിർബന്ധമായിട്ട് വരും, അതുപോലെ തന്നെ ഇതിന് എത്രത്തോളം ഡ്യൂറേഷൻ എടുക്കുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ അറ്റസ്റ്റേഷന്റെ ചെറിയൊരു ബ്രീഫ് ഞാൻ പറഞ്ഞുതരാം. യു എ അറ്റസ്റ്റേഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. കാരണം ഒരുപാട് ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് യു എ അറ്റസ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെയാണ്. ഇതൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. ഡിഗ്രിക്കാരാണെങ്കിൽ നമ്മൾ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒന്നും അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ അറ്റസ്റ്റ് ചെയ്യുമ്പോൾ യു എ അറ്റസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് എംബസി അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ കൂടെ തന്നെ മോഫ അറ്റസ്റ്റേഷൻ, അതായത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ അറ്റസ്റ്റേഷനുമാണ് ചെയ്യേണ്ടത്. ഇതിലേക്ക് ജോബ് അന്വേഷിച്ച് പോകുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ രണ്ട് അറ്റസ്റ്റേഷൻ ചെയ്തിരിക്കണം. വെറും എംബസി അറ്റസ്റ്റേഷൻ ചെയ്താൽ മാത്രം പോരാ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് മോഫ അറ്റസ്റ്റേഷൻ കൂടി നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. നോർക്ക അറ്റസ്റ്റേഷൻ നിർബന്ധമില്ല, ചെയ്യേണ്ട ആളുകൾക്ക് ചെയ്യാം. സർട്ടിഫിക്കറ്റിൽ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് എംബസി അറ്റസ്റ്റേഷൻ, യു എ എംബസി അറ്റസ്റ്റേഷൻ. അതുപോലെ തന്നെ ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് മോഫ അറ്റസ്റ്റേഷൻ. നിങ്ങൾക്ക് അറ്റസ്റ്റേഷനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എല്ലാ സംശയങ്ങളും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. യു എയിലുള്ള ആളുകൾക്കും നാട്ടിലുള്ള ആളുകൾക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് കൃത്യതയോടുകൂടി യു എ അറ്റസ്റ്റേഷൻ സർവീസ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ എവിടെയാണോ അഡ്രസ് ഉള്ളത് ആ കറക്റ്റ് അഡ്രസ്സിലേക്ക് നമ്മൾ ഡോക്യുമെന്റ് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും.